എന്താണ് ഈ ചാടണം എന്നൊരു തീരുമാനം? അത് തൽക്കാലം അവിടെ നിന്നൊന്ന് രക്ഷപ്പെടണം എന്നുള്ളത് കൊണ്ടാണോ? ഒന്നും തീരുമാനിക്കാതെ അങ്ങ് ചാടുകയായിരുന്നോ? അയാളിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. എല്ലാ സമയത്തും എല്ലാവരും പറയും അയാൾ അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ എന്തിനാ അത് ചെയ്യാൻ നിന്നെ. പറയുന്നവർക്ക് അങ്ങനെ പറയാം, പക്ഷെ ആ ഒരു അവസ്ഥ വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തളർന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ കരഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എവിടെന്ന് തളർന്ന് വീണിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഉണ്ടാവില്ല. ബോധം പോയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഉണ്ടാവില്ല. ഓടി രക്ഷപ്പെടാൻ വഴിയില്ല. 3 പേരെ എനിക്ക് എന്തായാലും തടുക്കാൻ പറ്റില്ല. എന്നിട്ട് അപ്പം തന്നെ ആ സമയത്തൊന്നും വിചാരിച്ചില്ല. ചത്താലും കുഴപ്പമില്ല, അയാളുടെ ഇതിൽ പോയില്ല ഞാൻ. അങ്ങനെ തന്നെ ഞാൻ ചാടിയപ്പോൾ ആ സമയത്ത് മൈൻഡിൽ വേറെ ഒന്നും പോയില്ല. എങ്ങനെയാണ് ഇയാളുടെ ഈ സ്ഥാപനത്തിലേക്ക് എത്താനൊരു സാഹചര്യമുണ്ട്? അത് എത്ര നാൾ മുമ്പാണ് ജോയിൻ ചെയ്തത്? ഞാൻ അവിടെ പോകുന്നതിന് മുമ്പ് ഞാൻ ദുബായിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് എനിക്ക് ശരിയായില്ല. വിസിറ്റിംഗ് കഴിഞ്ഞ ഉടനെ എനിക്ക് വരേണ്ടി വന്നു. അപ്പോൾ എന്നെ അമ്മയാണെന്നുണ്ടെങ്കിലും കുടുംബശ്രീയിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് അമ്മ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടെ. പെട്ടെന്ന് തിരിച്ചു വന്നപ്പോൾ അതൊരു ഭയങ്കര കടമൊക്കെ പോലെ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് തീർക്കണം. അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇയാളെ പരിചയപ്പെടുന്നത്. അവൾക്ക് പോകാനിരുന്ന ജോലിയാണ്, പക്ഷെ അവൾ ദുബായിൽ വേറെ കിട്ടിയിട്ട് പോയി. ആ സമയത്ത് എനിക്ക് ഈ ജോലി കിട്ടുന്നത്. അങ്ങനെ ഇയാൾ പരിചയപ്പെട്ടു. അയാളുടെ അടുത്ത് ഞാൻ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ദുബായിൽ, ഇതെന്നോ അങ്ങനെയൊക്കെ ആയിരുന്നു. മുമ്പേ നമ്മൾ ചോദിക്കുമല്ലോ അയാൾ മുമ്പ് എവിടെയാണ് ജോലി ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇനി ഞാനുണ്ടാവും. അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇയാൾ സംസാരിച്ചു. എനിക്ക് 1 വർഷം മുമ്പ് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നത്. ആ സമയം മുതൽ ഇത് തുറക്കുന്നത്, അതായത് ഡിസംബർ 22-ന് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു ഇതിന് വേണ്ടിയിട്ട്. വേറെ എവിടെയും എനിക്ക് ജോലിക്ക് പോകാൻ ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു പോകണ്ട, ഞാൻ മാസം ഒരു പോക്കറ്റ് മണി തരാം. ഞാൻ പറഞ്ഞു വേണ്ട, അതൊന്നും വേണ്ട, ഞാൻ PSCയുടെ എന്തെങ്കിലും നോക്കുന്നില്ല. അപ്പോൾ അതൊന്നും നോക്കണ്ട, ഈ ജോലി തന്നെ ഇതാവും, നമ്മളിത് ഞാൻ പ്രൊമോഷനൊക്കെ തന്ന് ഇതിൽ തന്നെ നമുക്ക് നന്നായിട്ട് പോവാം. അങ്ങനെ രീതിയിൽ പറഞ്ഞ് ഇയാൾ പോക്കറ്റ് മണിയൊക്കെ അയച്ചു തരാനൊക്കെ തുടങ്ങി. അപ്പം ഇങ്ങനെ അയച്ചു തരുമ്പോൾ എല്ലാവരും അറിയുന്നവരാണെങ്കിൽ പറയും ഇയാൾ എന്തിനാ ജോലി പോലും ചെയ്യാണ്ട് ഇങ്ങനെ പോക്കറ്റ് മണിയൊക്കെ അയച്ചു തരുന്നതാണ്. അങ്ങനെ ഒരു ദിവസം പിന്നെ എൻ്റെ അമ്മയൊക്കെ വിളിച്ച് സംസാരിച്ചു ഇയാളോട്. അപ്പോൾ ഇയാൾ പറഞ്ഞു പിന്നെ നല്ല മോളാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മോളെപ്പോലെ ഞാൻ കാണുന്ന, അയാൾക്ക് എൻ്റെ പ്രായമുള്ളൊരു മോളുണ്ട്, അപ്പോൾ അതുപോലെ ഞാൻ കാണുന്ന, പിന്നെ അവളുടെ ഇനി എൻ്റെ സ്ഥാപനത്തിൽ വരാൻ പോകുന്ന സ്റ്റാഫല്ലേ, അവളുടെ എല്ലാ ഇതും ഞാൻ ചിലവെല്ലാം ഞാൻ നോക്കിക്കോളാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് അയാളെ എല്ലാം ചെയ്തു തന്ന്. ഞാൻ വേണ്ടാന്ന്, അയാൾ എത്ര പൈസ ഇട്ട് തന്നപ്പോൾ ഞാൻ അത് വേണ്ടാന്ന് പറയുന്ന എല്ലാ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇതുവരെ 1 രൂപ പോലും ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ച് മേടിച്ചിട്ടില്ല. ചോദിച്ചിട്ടുണ്ട്, അതൊരു 1,00,000 രൂപ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ജോലിക്ക് കയറുന്നതിന് കുറച്ച് നാൾ മുമ്പേ സാലറിയിൽ നിന്ന് പിടിച്ചോ എന്നുള്ളതൊരു വീടിൻ്റെ ഒരു ജപ്തിയുടെ കേസായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് പത്രത്തിൽ വരും, ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ പൈസ അടക്കാതെ വേറെ വഴിയില്ല. 1,00,000 രൂപ ഷോർട്ട് വന്നായിരുന്നു. അത് അയാളടുത്ത് പറഞ്ഞ് അയാൾ 1,00,000 രൂപ തന്നിട്ട് അത് എൻ്റെ സാലറിയിൽ നിന്ന് ഞാൻ 40,000 ഞാൻ തിരിച്ചടച്ചു. ബാക്കി 60 കൂടെ അടക്കണം എന്നുള്ളത് കാരണം എനിക്ക് 30,000 ആയിരുന്നു സാലറി. അതുകൊണ്ടാണ് ഞാൻ അവിടെ പിടിച്ചു നിന്നത്. അത് അടച്ചിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാൾ എൻ്റെ അടുത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ അയാളുടെ ഭാര്യനെ അറിയിച്ചിട്ട് ഇനി നിൻ്റെ പൈസയും തരില്ല, ഒന്നും തരില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ വന്നിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. പൈസ കൊടുക്കണം എന്നുള്ളത് കാരണം ഞാനത് കൊടുത്തു തീർക്കിയത്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പിന്നെ അവിടെ നിന്ന് എന്തിനാന്ന്. എനിക്ക് അവിടെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരുള്ളപ്പോൾ അയാൾ എന്നെ ഒന്നും ചെയ്യാൻ ധൈര്യപ്പെടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ആയിരുന്നു. അവർ പോയപ്പോഴാണ് അയാൾ എൻ്റെ നേരെ വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ച ആൾ നന്നായി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരിത്. ഇയാളുടെ ഒരു ട്രാക്ക് എപ്പോഴാണ് മോശമായി തുടങ്ങിയത്? ഇത് ആദ്യം വളരെ പിതൃ സഹജം എന്നൊക്കെയുള്ള രീതിയിലാണല്ലോ വന്നത്, അച്ഛനാന്നൊക്കെ പറഞ്ഞു, അങ്കിൾ എന്നൊക്കെ വിളിച്ചു. അത് എപ്പോഴാണ് മോശമായി തുടങ്ങിയത്? ആദ്യം ജോലിക്ക് ചെന്ന ശേഷമാണോ? അല്ല, ആദ്യം ഞാൻ പറഞ്ഞല്ലോ 1 വർഷം മുമ്പ് ഓഫർ ലെറ്റർ കിട്ടിയിരുന്നു. അപ്പോൾ മുതൽ ഇയാൾ വിളിക്കും, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതെല്ലാം ജോലിയുടെ കാര്യം പറയണം. അവിടുത്തെ ഓരോ അപ്ഡേഷൻസ് പറയും, ഇന്നിവിടെ ഇന്ന വർക്കാണ് ചെയ്തത്, അങ്ങനെയാണ്. എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ അമ്മേനെ വിളിക്കും. എനിക്ക് പിന്നെ ഇടയ്ക്ക് ശല്യമായിട്ട് തോന്നി, കാരണം 3 നേരമൊക്കെ വിളിക്കുന്നു, അതും പറഞ്ഞ കാര്യം തന്നെ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മേനെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എടുക്കല്ലേ. അമ്മ പറഞ്ഞു എന്താ പ്രശ്നം എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, അയാൾ പറഞ്ഞ കാര്യം. അമ്മ പറഞ്ഞു പ്രായമായിട്ടുള്ള ആളല്ലേ. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ വീട്ടിൽ സപ്പോർട്ടില്ല, ഈ ഒരു
പ്രോപ്പർട്ടി തുടങ്ങുന്നതിന് എനിക്ക് ആരും സപ്പോർട്ടില്ല. എനിക്കാകെ എൻ്റെ സപ്പോർട്ട് ഒരു മെൻ്റലി എനിക്കൊരു ഇൻസ്പിറേഷൻ തരുന്നത് മോള് മാത്രമാണ്. അതാണ് ഞാൻ മോളോട് എല്ലാ കാര്യവും പറയുന്നത്. അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസം ഓരോ ഫയല് കാര്യങ്ങളൊക്കെ ഇത് ഇന്ന് സൂക്ഷിച്ച് വെക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ എനിക്ക് തരുമായിരുന്നു. ഞാൻ ഒരു ഫോൾഡർ ആക്കിയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വർഷത്തെ അയാൾ അയച്ചു തരുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ജോലി ബേസായിട്ടായിരുന്നു അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് പതിയെ വഴി മാറി തുടങ്ങിയില്ലേ? അപ്പം മുതൽ എതിർക്കാൻ തുടങ്ങിയിരുന്നു എങ്ങനെയാണ്? അതിനു മുമ്പ് തന്നെ ഒരു സൂചന കിട്ടിയിരുന്നു ഇയാൾ ഈ പോക്കിലേക്കാണ് പോകുന്നത്? എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇയാൾ നല്ലത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പം ഞാൻ വെച്ചാൽ എനിക്ക് തോന്നുന്നതാണോ, ഞാൻ അയാളെ തെറ്റിദ്ധരിക്കുന്നതാണോ എന്ന് പോലും എനിക്ക് തോന്നി. കാരണം ഒരു പ്രായമായിട്ടുള്ള ഒരാൾ കണ്ടാലും ഒരു ഇതായിട്ട് നല്ല സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുന്നു, എല്ലാം അറിഞ്ഞ് ചെയ്തു തരുന്നു. അപ്പോൾ എനിക്കങ്ങനെ സംശയമായിട്ടൊന്നും ആദ്യം തോന്നിയില്ല. പിന്നെ ഈ മോശം രീതിയിൽ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് പിന്നെ ഉറപ്പായി. അങ്ങനെ അപ്പോൾ ജോലിക്ക് കയറുന്നതിന് കുറച്ച് മുമ്പേ ഒക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ വെച്ചു മെസ്സേജ് മാത്രമല്ലേ ഉള്ളൂ. ആൾ കള്ളു കുടിക്കാറുണ്ട് ഡെയിലി. കുടിച്ചിട്ട് എന്തെങ്കിലും പറയുന്നതായിരിക്കും. പക്ഷെ എന്നെ കാണുമ്പോൾ ആൾ നീറ്റാ. മോളെ എന്നൊക്കെ വിളിച്ച് നല്ല മര്യാദയ്ക്ക് എന്തെങ്കിലും സാധനം തരുമ്പോൾ പോലും കൈ പിടിക്കാൻ നോക്കുക. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ആൾ ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു എൻ്റെ അടുത്ത്. എനിക്ക് സംശയിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ആവുന്നതെന്ന് വെച്ചാൽ എന്നെ ഫുള്ള് കമ്മിറ്റ്മെൻറ്റിൽ കൊണ്ടിടുക, പൈസയുടേത്. അപ്പോൾ എനിക്കൊന്നും ഊരിപ്പോരാൻ പറ്റാത്ത വിധാക്കി തീർത്തിട്ട് പിന്നെ അയാളുടെ സ്വഭാവം കാണിക്കുക. ഈ കണ്ണട തരുന്നു, ഫോൺ വാങ്ങി തരുന്നു, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇടയ്ക്ക് അതൊക്കെ അവിടെ എൻഗേജ്ഡ് ആക്കി ഇടാൻ വേണ്ടിയായിരിക്കും. അതെ, ഫോൺ അയാൾ വാങ്ങിത്തരുന്നതാണ്. ഞാൻ ചോദിച്ചു സാറെന്തിനാ, എനിക്ക് ഐഫോണൊന്നും എനിക്ക് ഇഷ്ടമല്ല സാർ. അപ്പം പറഞ്ഞു അല്ല, എൻ്റെ സീനിയർ സ്റ്റാഫ്, എൻ്റെ ആദ്യത്തെ സ്റ്റാഫാണ്. എൻ്റെ ആദ്യത്തെ സ്റ്റാഫിന് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റാണിത്, അങ്ങനെ കണ്ടാൽ മതി, അതാണ് ഈ ഫോൺ തരുന്നതെന്ന് പറഞ്ഞു. പിന്നെ കണ്ണടയെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് അയാൾ എന്നെ 13 മണിക്കൂറൊക്കെ സിസ്റ്റത്തിന് മുമ്പിൽ നിന്ന് ജോലി ചെയ്യിപ്പിക്കും. എനിക്ക് ഈ സിസ്റ്റം നോക്കുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട് കണ്ണിന്. അങ്ങനെ ഞാൻ മാറിയിരിക്കുകയും തലവേദന കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞു നമുക്ക് ഡോക്ടറെ കാണാം. ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി കണ്ടിട്ടുള്ളതാ, ഡോക്ടർ ഒരു മൈനർ സർജറി ചെയ്താലേ ശരിയാവുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാനത് എന്തെങ്കിലും പൈസയുള്ളപ്പോൾ ചെയ്യുന്ന വെച്ചിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു അല്ല നമുക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ കൂട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ മെഡിക്കൽ ചിലവൊക്കെ ഞാൻ തന്നെയാണ് നോക്കണ്ടേന്ന് പറഞ്ഞിട്ട് അയാൾ കൂട്ടിക്കൊണ്ടുപോയിട്ട് നിർബന്ധിച്ച് ഇതാക്കുന്നത്. അതിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്.